Hi friends, welcome back to another video of Innovation Factory. Hope all are good. അപ്പോൾ നമ്മുടെ ക്രാക്ക് ലൈവ് ആയിട്ടുണ്ട്. ക്രാക്കിൽ രജിസ്റ്റർ ചെയ്യാത്തവർ രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് കോപ്പി എടുത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇനി ഓൾറെഡി നിങ്ങൾക്ക് അപ്ലൈൻ ഉണ്ടെങ്കിൽ അപ്ലൈനെ കോൺടാക്ട് ചെയ്യുക, അവരിൽ നിന്ന് റെഫർ ലിങ്ക് മേടിക്കാം. ഓക്കെ, റെഫർ ലിങ്ക് മേടിച്ചതിന് ശേഷം നിങ്ങൾ മെറ്റാമാസ്ക്, ട്രസ്റ്റ് വാലറ്റ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാലറ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്കിവിടെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. ഒരു കാര്യം ശ്രദ്ധിക്കാൻ, നിങ്ങൾ ഓൾറെഡി എക്സ്ചേഞ്ച് ഓൺ എന്നുള്ള പ്രോജക്റ്റിൽ ജോയിൻ ചെയ്തവരാണെങ്കിൽ ആ ലിങ്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു ഇമെയിൽ ഐ ഡി ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് crack.pro എന്ന് മാത്രം മതി. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി എക്സ്ചേഞ്ച് ഓണിലുള്ളത് കൊണ്ട് crack.pro കണ്ടില്ലേ, crack.pro എന്ന് മാത്രമാണ് ഞാൻ ടൈപ്പ് ചെയ്യണത്. അല്ലാത്തവരാണെങ്കിൽ എന്ത് വേണം, നിങ്ങളുടെ അപ്ലൈൻ്റെ റെഫർ ലിങ്ക് കോപ്പി എടുത്ത് അത് വേണം ഇവിടെ പേസ്റ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ crack.pro/ പിന്നെ അവരുടെ ആ റെഫറൽ ID നമ്പർ ഉണ്ടായിരിക്കും, അത് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളത് പേസ്റ്റ് ചെയ്തതിന് ശേഷം ഗോയിൽ ക്ലിക്ക് ചെയ്തു, കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഓൾറെഡി വാലറ്റ് കണക്റ്റഡ് ആണ്, ലിങ്ക്ഡ് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. എൻ്റെ എൻ്റെ ആ ഒരു വാലറ്റ് അഡ്രസ്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ ഒരു വ്യക്തി പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ടത് അവിടെ സൈനിങ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ആ സൈനിങ്ങിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ സൈനപ്പ്, എക്സ്ചേഞ്ചിനുള്ളവർക്ക് സൈനപ്പ് ചെയ്യാം. അതിന് ശേഷം അല്ലാത്തവർക്ക് സൈൻ ഇൻ ചെയ്യാം. ഓക്കെ, സൈൻ ഇൻ ഓപ്ഷൻ ഉണ്ട്, സൈൻ ഇൻ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ വാലറ്റ് കണക്ട് ചെയ്യുക. ലിങ്ക് വാലറ്റ് എന്നുള്ള ഓപ്ഷൻ കൂടെ മുകളിൽ കാണിക്കും. അപ്പോൾ നിങ്ങളുടെ വാലറ്റ് കണക്ട് ചെയ്യുക. ഓക്കെ, വാലറ്റ് കണക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിവിടെ ഈ ഒരു ഇൻ്റർഫേസ് ആണ് കിട്ടുക. ഇപ്പോൾ എൻ്റെ ഓൾറെഡി വാലറ്റ് കണക്റ്റഡ് ആണ്. ഇവിടെ 3 വരയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടൂർണമെൻറ്റ്, ലീഡേഴ്സ് ബോർഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, നമ്മുടെ ടോക്കൺസ് മേടിക്കാനായിട്ട് സ്വാപ്പ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. സ്വാപ്പ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡോളർ എത്രയാണെന്നുണ്ടെങ്കിൽ അതിവിടെ കാണിക്കും. ഓക്കെ, USDT നിങ്ങളുടെ കയ്യിൽ എത്ര ഉണ്ടെന്നുണ്ടെങ്കിൽ അതവിടെ കാണിക്കും. അതുപോലെ തന്നെ അതിന് ആനുപാതികമായിട്ട് ബീലവ്, എത്ര ബീലവ്സ് കിട്ടും എന്നുള്ളത് കാണിക്കും. ഇതിപ്പോൾ ലൈവായിട്ടുള്ള അതുകൊണ്ടാണ്. ഓക്കെ, നമ്മുടെ ഈ പ്രൊജക്റ്റ് ലൈവായിട്ടില്ല. പ്രൊജക്റ്റ് ലൈവായി മീൻസ് നമ്മുടെ ഈ കോയിൻസ് മേടിക്കാനുള്ള പ്രീ പർച്ചേസിങ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. നിങ്ങൾക്കിവിടെ USDT മുകളിൽ കാണാം, അടിയിൽ എത്ര കോയിൻസ് കിട്ടും എന്നുള്ളത് അവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ എൻ്റർ ദ എമൗണ്ട് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഒരു 50 കോയിൻ ആണെന്നുണ്ടെങ്കിൽ, $50 ആണെന്നുണ്ടെങ്കിൽ ഇത്ര കോയിൻസ് നിങ്ങളിവിടെ കാണിക്കാൻ സാധിക്കും. കണ്ടില്ലേ, ഇത്ര കോയിൻസ് നിങ്ങൾ കിട്ടും എന്നുള്ളത് നമുക്ക് കാണാം. ഓക്കെ, പിന്നെ അത് സ്വാപ്പിൽ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വാപ്പിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ അത് കമ്മിങ് സൂൺ എന്നാണ് കാണിക്കുന്നത്. കാരണം വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ സ്വാപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സബ്മിറ്റ് എന്നോ കൺഫേം എന്നോ കാണിക്കും. അത് ക്ലിക്ക് ചെയ്യുക. വീണ്ടും നിങ്ങൾക്ക് ഓക്കെ കൊടുക്കുക അല്ലെങ്കിൽ കൺഫേം കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ വാലറ്റിൽ നിന്ന് USDT കട്ടാവും. നിങ്ങൾക്ക് നിങ്ങളുടെ ബീലവ് ടോക്കൺ, പുതിയ ബീലവ് ടോക്കൺ നിങ്ങളുടെ വാലറ്റിലേക്ക് വരും. അപ്പോൾ പുതിയ ബീലവ് ടോക്കണിൻ്റെ കോൺടാക്റ്റ് അഡ്രസ്സ് നിങ്ങൾ ഓൾറെഡി ഇടണം. ഇപ്പോൾ നമുക്ക് കോൺടാക്റ്റ് അഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരിക്കില്ല, കാരണം ഞാനിപ്പോൾ ഈ വീഡിയോ ഉണ്ടാക്കുന്നത് നമ്മുടെ ഈ പ്രോജക്റ്റ് ലൈവ് ആവണ മുന്നെയാണ്. ഓക്കെ, കോൺടാക്റ്റ് അഡ്രസ്സ് എന്തായാലും ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ആ കോൺടാക്റ്റ് അഡ്രസ്സ് നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ വാലറ്റിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ ബീലവിൻ്റെ കോയിൻസ് നിങ്ങളുടെ വാലറ്റിലേക്ക് കിട്ടുന്നതായിരിക്കും. ഇത് ഏകദം പുതിയ ബീലവാണ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത്, പഴയ ബീലവല്ല. ഓക്കെ, പഴയ ബീലവ് നമ്മൾ ഗെയിമിൽ കൊടുത്തിട്ട് അതിൻ്റെ യൂട്ടിലിറ്റി ആയിട്ടാണ് ഈ പ്രൊജക്റ്റ് വന്നിട്ടുള്ളത്. ഇനി ഈ കോയിനായിരിക്കും ഉണ്ടായിരിക്കുക. ഈ കോയിനാണ് കമ്പനി എക്സ്ചേഞ്ചുകളിലേക്കൊക്കെ ലിസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്, ശ്രദ്ധിക്കുക. പിന്നെ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, 3 വരയിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലെവലിംഗും ഉണ്ടാവും. ഈ ലെവലിംഗും കിട്ടാനായിട്ട് എന്ത് വേണം, നിങ്ങൾക്കിവിടെ കണ്ടില്ലേ, ബൈ ലോയൽറ്റി പോയിൻറ്റ്സ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ എടുക്കണം. അപ്പോൾ $1 ഉണ്ടെങ്കിൽ $1 നമ്മൾ സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ $10 വരെ നമുക്ക് ലോയൽറ്റി ഇൻകം കിട്ടും. ഓക്കെ, അതിവിടെ അതിനെക്കുറിച്ചിട്ട് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. 1 ലോയൽറ്റി പോയിൻറ്റ് ഈസ് ഈക്വൽ ടു 1 USDT ബൈ എനി നമ്പർ ഓഫ് ലോയൽറ്റി പോയിൻറ്റ്സ്. ഓക്കെ, എത്ര വേണമെങ്കിൽ നമുക്ക് ലോയൽറ്റി മേടിച്ച് വിൽക്കാം. ഓക്കെ, മാക്സിമം 10x ഓഫ് യുവർ ലോയൽറ്റി പോയിൻറ്റ്സ് പർച്ചേസ്.
ഡെപ്പോസിറ്റ് കംപ്ലീറ്റ് ഓട്ടോമാറ്റിക്കലി ആഫ്റ്റർ ദ റീച്ചിങ് ദ മാക്സിമം പേ ഔട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ടീമിനനുസരിച്ചിട്ട് ഇത് ടീമുള്ളവർക്ക് മാത്രമാണ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ലോയൽറ്റി പോയിന്റിൽ വാങ്ങാനായിട്ട്. നിങ്ങൾക്കിവിടെ പ്രോസസ്സിങ് കാണിക്കും മാക്സിമം ഇൻകം റിസീവ്ഡ് എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു ഡോളറിന് നിങ്ങൾക്ക് എന്താണ് $10 വരെയാണ് നിങ്ങൾക്ക് ലോയൽറ്റി പോയിൻറ്റ്സ് കിട്ടുക. ദാറ്റ് മീൻസ് $10 നിങ്ങളുടെ ലെവലിംഗത്തു നിന്ന് $10 കിട്ടുന്ന വരെ നിങ്ങൾക്ക് ഓക്കെയാണ്. അതിവിടെ ഇങ്ങനെ കാണിക്കും എത്രയാണെന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ വീണ്ടും ടോപ്പപ്പ് ചെയ്താലും മതി. ഓക്കെ, ബൈ മോർ ലോയൽറ്റി പോയിന്റ് ക്ലിക്ക് ചെയ്ത് വീണ്ടും മേടിക്കാം. അപ്പോൾ ഞാൻ എന്തായാലും ഇത് മേടിക്കാൻ പോവാണ്, കാരണം നമുക്ക് ടീമുള്ളവർക്ക് ഇത് എന്തായാലും മേടിക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു $10 ഞാൻ ലോയൽറ്റി മേടിക്കുകയാണ്. ഓക്കെ, $10. അപ്പോൾ $10 കൊടുത്തു കഴിഞ്ഞാൽ $100 ലെവലിംഗ് നമുക്ക് കിട്ടും, $100 വരെ. ഓക്കെ, അതിന് ശേഷം നമുക്ക് വീണ്ടും ലെവലിംഗ് കിട്ടണമെങ്കിൽ നമ്മൾ വീണ്ടും എന്താണ് അത് പർച്ചേസ് ചെയ്താൽ മതി, ലോയൽറ്റി പോയിൻ്റ് പർച്ചേസ് ചെയ്താൽ മതി. ഓക്കെ, ക്ലിയർ? എന്നുവെച്ചാൽ നിങ്ങളുടെ ടീമിലുള്ള ആളുകൾ കോയിൻസ് മേടിക്കുമ്പോഴും അതുപോലെ തന്നെ അവർ വിൻ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് അതിൻ്റെ റെഫർ ലിങ്ക് കിട്ടും. അത് കിട്ടണമെങ്കിൽ നിങ്ങളെന്താണ് ഈ ഒരു ലോയൽറ്റി പോയിൻറ്റ്സ് ബൈ ചെയ്യണം. ഓക്കെ, പർച്ചേസ് ലോയൽറ്റി പോയിൻ്റ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, you are able to sign approval. Please read the following information to ensure the safety of your asset. What is your approval? How I ask risk from the approval? How to read? Okay, അപ്പോൾ പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ $10 ഇതിന് വേണ്ടിയിട്ട് ചിലവാക്കുന്നത്. അപ്പോൾ കൺഫേം ചെയ്യുക. ഓക്കെ, അപ്രൂവിങ് USDT അവിടെ കാണിക്കുന്നുണ്ട്. ഇത് ടീമുള്ളവർ മാത്രമേ ചെയ്താൽ മതി കേട്ടോ. നിങ്ങളുടെ ഇടയിൽ ടീമുകളുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളുടെ ടീമിനനുസരിച്ചിട്ട് നിങ്ങളിത് ചെയ്താൽ മതി. $1, $2, $5 എത്രയാണ് നിങ്ങൾക്ക് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ അത്ര മേടിച്ചാൽ മതി ലോയൽറ്റി പോയിൻ്റ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്കത് കാണാനായിട്ട് സാധിക്കും ലോയൽറ്റി പോയിൻ്റ്. ഓക്കെ, ഇപ്പോൾ ഞാൻ $10 മേടിച്ചിട്ടുള്ളത് കണ്ടില്ലേ. ഇൻവെസ്റ്റ്മെൻറ്റ് $10 മാക്സിമം ഇൻകം $100 എന്ന് വെച്ചാൽ റെഫറിംഗ് ആയിട്ട് 100 വരെ എനിക്ക് ഈ ഒരു 10 കൊണ്ട് $100 വരെ എനിക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അടിയിലൂടെ പ്രോസസ്സ് കാണിക്കും. അപ്പോൾ ഇത് ടീമുള്ളവർ ശ്രദ്ധിക്കുക, അല്ലാത്തവർ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, നോ പ്രോബ്ലം. ഓക്കെ, ടീമെന്ന് വെച്ചാൽ നിങ്ങളുടെ ടീമിൽ ഇപ്പോൾ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്തായാലും നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ ടീമിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.